സർ അടുത്തത് സർ 2 നമ്പേഴ്സ് സർ. ഇപ്പോൾ ഒന്ന് ഷെയർ വാങ്ങുന്നതിൽ ഇന്ന് നോക്കുമ്പോൾ നമ്പേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ തത്വ പേജിൽ പറയുന്നത് പോലെ ഈസ് ഇൻ യുവർ കൺട്രോൾ ആൻഡ് വാട്ട് ഈസ് നോട്ട് ഇൻ യുവർ കൺട്രോൾ. വാട്ട് ഈസ് നോട്ട് ഇൻ മൈ കൺട്രോൾ ഇൻ ബൈങ് ഷെയർ എന്ന് പറയുന്നത് അതിന്റെ പ്രൈസ്, വാട്ട് ഈസ് ഇൻ മൈ കൺട്രോൾ എന്ന് പറയുന്നത് എത്രയും ഷെയർ ഞാൻ വാങ്ങുന്നു എന്നതാണ് സർ. വാട്ട് ഈസ് ഇൻ കൺട്രോൾ ഈസ് പ്രൈസ്. പ്രൈസ് ഇപ്പോൾ കൂടുതലായിരുന്നു, അതിൻ്റെ അടുത്ത് പോകണ്ട. ആ ഷെയർ തന്നെ വാങ്ങണമെന്ന് നമ്മൾ ഫിക്സ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ സൗത്ത് ഇന്ത്യൻ ബാങ്കിന് ഞാൻ ഒരു എക്സാമ്പിളിന് എടുക്കാം സർ. അത് പറ. പ്രൈസ് ഇസ് ഇൻ യുവർ കൺട്രോൾ. ബുക്ക് വാല്യൂടെ താഴായിരുന്നാൽ നീ വാങ്ങുമല്ലേ? അതേ തന്നെ സർ. ബുക്ക് വാല്യൂടെ മേളിൽ പോയാൽ നീ വിടാൻ പോകുന്നു. അതന്നെ വാങ്ങുന്നതില്ല. സോ അത് ബുക്ക് വാല്യൂടെ മേളിൽ പോകുന്നില്ല എന്നത് അത് മാർക്കറ്റ് ഡിസൈഡ് ചെയ്യണതാണ്. സോ അത് എന്റെ കൺട്രോളിലല്ല. അതില്ല. പക്ഷെ വേറെ ഇന്ന് ഞാൻ ഈ സൗത്ത് ഇന്ത്യൻ ബാങ്ക് 10 വാങ്ങുന്ന 100 വാങ്ങുന്ന 1000 വാങ്ങുന്നതാ എന്നത് എന്റെ കൺട്രോൾ. എത്ര ഇരിക്കുന്നു അത്രയ്ക്കും തന്നെ എന്റെ കൺട്രോളിൽ ഇരിക്കുന്നത് സർ. അപ്പോ ഈ ടിഫൻ കോഫി റേഞ്ച് എന്ന് പറഞ്ഞ അകത്ത് പറഞ്ഞ സമയം എന്നെ ഞാൻ തന്നെ റെസ്ട്രിക്ട് ചെയ്യുന്നോ എന്ന് എനിക്കൊരു തോട്ട്. നീ നോക്കിയാൽ ഇന്ന് നീ എല്ലാം വാങ്ങിയാൽ നാളെ നിന്റെ അടുത്ത് കാശിരിക്കത്തില്ല. ആവറേജ് ചെയ്യാൻ പറ്റത്തില്ല. ആവറേജ് എന്നല്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ മുമ്പേ 1-ാം തീയതി നീ എല്ലാം കാലി ചെയ്തു കഴിഞ്ഞാൽ അല്ല, മാർക്കറ്റ് 200 പോയിന്റ് വീഴുന്ന സമയത്തിൽ നിന്റെ അടുത്ത് ഒന്നും ഇരുന്നിരിക്കത്തില്ല. നീ ഇന്നേ എല്ലാം കാലി ചെയ്തുവെങ്കിൽ അടുത്ത മാസം ഒരു 1000 പോയിന്റ് വീഴുന്നെങ്കിൽ എന്ത് ചെയ്യും നീ? കറക്റ്റ് തന്നെ സർ. ഇന്നലെ എനിക്ക് വലുതായിട്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല സർ. മാർക്കറ്റ് വീഴുന്ന സമയം നീ നോക്കിച്ചിരിക്കാൻ തന്നെ. അതെ സർ, സത്യം ഞാൻ നോക്കിയിട്ട് തന്നെ ഇരിക്കാം ഇരുന്നു. ഇത് കാരണം തന്നെ ഞാൻ പറഞ്ഞു. കാരണം നിങ്ങൾ എപ്പോഴും ഗെയിമിൽ തന്നെ ഇരിക്കണം. ഏത് സമയം ഇങ്ങനെ നോക്കിയിരിക്കുന്ന ഒരു സിറ്റുവേഷനെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെക്കരുത്. ഓക്കെ സർ. നാറ്റ്കോ സൗത്ത് ആഫ്രിക്കയിൽ ഷോപ്പിംഗ് പേടിക്കുന്നു സർ. അവിടെ ഒരു കമ്പനിയിൽ 35% എടുക്കാൻ അവർ തീരുമാനിച്ചിരിക്കുന്നു സർ. അഡ്കോ വന്നിട്ട് എവിടെ പ്രോബ്ലം ഇരിക്കുന്നോ, എവിടെ വലുതായിട്ട് കാശിരിക്കുന്നോ അവിടെ ജനറിക് മെഡിസിൻ കൊടുത്ത് ചെയ്യണതിൽ സ്പെഷ്യലിസ്റ്റ്. ഇപ്പോൾ അവർ വന്നിട്ട് OTC ജനറിക് മെഡിസിൻസിനെയും ടാർഗറ്റ് ചെയ്തിരിക്കുന്നു സർ. സൗത്ത് ആഫ്രിക്കയിലാണ്. ഇത് നാറ്റ്കോ ഷെയർ ഹോൾഡേഴ്സിന് എന്ത് സർ പ്ലസ്? ഇപ്പോൾ പ്ലസ് അല്ല, ഇപ്പോഴേക്ക് മൈനസ് ആണ്. 2 years later പ്ലസ് ആകും. They can export from സൗത്ത് ആഫ്രിക്ക. ഇന്ത്യയിൽ കോട്ട വന്നുവെങ്കിൽ ആ കോട്ട വരും. ആഫ്രിക്ക ഒരു വലിയ മാർക്കറ്റാണ്. ഇന്ത്യയിലിരുന്ന് ഒരുപാട് ഡ്രഗ്സ് അവിടെ പോകുന്നു. ഇപ്പോൾ ഇരിക്കുന്ന വലിയ പ്ലെയേഴ്സിൽ സിപ്ല മാത്രം തന്നെ അവിടെ സക്സസ്ഫുൾ ആയിട്ടിരിക്കുന്നു. വന്നിട്ട് ഇവർക്ക് ഒരു ആഫ്രിക്കയിലൊക്കെ ടോൾ കൊടുക്കും ഈ മാർക്കറ്റ്. എക്സ്പാൻഷൻ തന്നെ ബേസിക് ആയിട്ട് ഇതിനൊരു എക്സ്പാൻഷൻ നോക്കാം. എക്സ്പാൻഷൻ നോക്കിക്കോ. അതിൽ ഇന്നൊരു കാര്യം എന്തെന്ന് വെച്ചാൽ നാറ്റ്കോയിൽ ഒരുപാട് പ്രോഫിറ്റ് ബുക്കിംഗ് പോണത് നോക്കാൻ പറ്റുന്നു. ഈ Q3 Q4 ഈ രണ്ടിലും ഞങ്ങൾക്ക് സെയിൽസ് ഒന്നും വലുതായി ഇരിക്കത്തില്ല എന്ന് അവരുടെ സൈഡിൽ നിന്ന് തന്നെ പറഞ്ഞിരിക്കുന്നു. ഇപ്പൊ അടുത്തത് റെഡി വന്നിട്ട് സെമി ഗ്ലൂട്ടഡ് ഇടുന്നത് പോലെ ഇവർ മൈലാൻഡൊപ്പം ചേർന്ന് സെമി ഗ്ലൂട്ടഡ് ഇടുന്ന സമയം തന്നെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് വലുതായിട്ട് ഗ്രോ ആകും. ഇത് ഏത് വർഷം സാർ അത് പറയാൻ പറ്റത്തില്ല. എന്തെന്ന് വെച്ചാൽ പാറ്റന്റിന് ചാലഞ്ചിന് വിടും. കോർട്ട് എന്ന് ഫംഗ്ഷൻ ആകും, കോർട്ട് എപ്പോൾ ചോദ്യം ചോദിക്കും, ഇതൊക്കെ പറയാൻ പറ്റില്ല. അത് റെഡി ക്ലിയർ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുന്നു. എൻ്റെ അടുത്ത് വന്ന് അടുത്ത വർഷത്തിൽ നിന്ന് ബ്രേസിൽ ടർക്കിയിൽ തുടങ്ങുമെന്ന്. ഇവർ എന്ത് പറഞ്ഞിരിക്കുന്നു വെച്ചാൽ ഞങ്ങൾ ഓൾറെഡി വന്നിട്ട് അതായത് നോവ നോട്ടിസ്കൊപ്പം അഗ്രിമെന്റ് പോർട്ട് ഇട്ട് തന്നെ ചെയ്യുന്നു എന്ന്. അപ്പോൾ ഏത് സ്റ്റെപ്പ് എടുക്കുന്നു അതിനനുസരിച്ചാണ് ഇരിക്കുന്നത്. അത് പറയണ വെച്ച് നോക്കുമ്പോൾ ഈ ഡോക്ടർ റെഡ്ഡി നാറ്റ്കോ രണ്ടും അണ്ടർ വാല്യൂ സ്റ്റോക്കാ തന്നെ സാർ നമ്മൾ നോക്കുന്നു. സർ നാറ്റ്കോ ഇനി ഒരു 600 രൂപ വരെ പോകാൻ ഇനി ഒരു ചാൻസ് കിട്ടും. ഒക്കെ പറയാൻ പറ്റത്തില്ല. ആർട്ടിക്റ്റിൽ എന്താകുമെന്ന് എൻ്റെ കൊണ്ട് പറയാൻ പറ്റും, അത് എനിക്കറിയത്തില്ല. ഇങ്ങനത്തെ ന്യൂസ് കളക്ട് ചെയ്യല്ല. അത് വെച്ചാണ് ഞാൻ ചോദിക്കുന്നത്. 100 രൂപ പോകാൻ ഒന്നുമില്ല. അൺലെസ് മാർക്കറ്റ് പേടിച്ചെങ്കിൽ മാത്രം തന്നെ അത് 600 രൂപയ്ക്ക് പോകും. മാർക്കറ്റിൽ ഫിയർ ഇല്ലെങ്കിൽ അത് പോകത്തില്ല. സോ കമ്പനിയെ പറ്റി നോക്കണ സമയം നമുക്ക് വലുതായിട്ട് ചിന്തിക്കാൻ ഒന്നുമല്ല അല്ലേ സാർ? അത് ചിന്തിക്കേണ്ട. മാർക്കറ്റ് അടിച്ചാൽ തന്നെ ഉണ്ടല്ലേ? കറക്റ്റ്. അടുത്തത് വന്നിട്ട് ഇന്ത്യ ആൻഡ് അമേരിക്ക ഡീൽ സ്റ്റാർട്ട് ചെയ്യെങ്കിലും എന്തെങ്കിലും ഫൈനലൈസ് ആകുമോ സർ? അതൊക്കെ ആർക്കറിയാം സർ. ഇത് വന്നിട്ട് ഇപ്പോൾ ഇന്ത്യ UK ഫൈനലൈസ് ആയി. എന്തെങ്കിലും വലിയ ഡിഫറൻസ് കൊടുത്തിരിക്കുന്ന എന്ന് എനിക്കറിയത്തില്ല. ഓവർ 2-3 years ഇറ്റ് വിൽ ഇൻക്രീസ് എക്സ്പോർട്സ് ആണ് ചോദിച്ചാൽ യെസ്, ഇറ്റ് വിൽ ആൾസോ ഇൻക്രീസ് ദി ഇമ്പോർട്ട്സ്. ഈ പ്രാവശ്യം എന്തെന്ന് പറഞ്ഞാൽ ഈ ലേബർ സെൻസിറ്റിവിറ്റി ഇൻട്രസ്റ്റിന് UK എക്സ്പോർട്സിന് തുറന്നു വിട്ടിരിക്കുന്നു. അത് തന്നെ ഒരു വലിയ അഡ്വാൻറ്റേജ്. ITC വിളുന്നുകൊണ്ടേ ഇരിക്കുന്നു. എന്ത് കാരണം എന്ന് അറിയുന്നില്ല സർ. മാർക്കറ്റ് വിളുന്ന സമയം ITC കല്ല് പോലെ ഇരുന്നു. ഇപ്പൊ നോക്കിയ ITC വീണുകൊണ്ടേ ഇരിക്കുന്നു. റിസൾട്ട് വന്നിട്ട് August 1 പറഞ്ഞ പോലെ ഒരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നു. അറൌണ്ട് 409 വലുതായിട്ട് വിളുന്നില്ല സർ. എന്നിട്ട് 25, 26 അക്കറ്റ് വിളുന്ന സമയം അത് കല്ല് പോലെ അവിടെ ഇരുന്നു. അങ്ങനെ 24 ഒരു 15 രൂപ. അതെ, ഒരു 15 രൂപ ഡിഫറൻസ് ആണ് സർ.
അതായത് അവർ ഒരു 20,000 കോടി രൂപ ന്യൂ മാനുഫാക്ചറിംഗ് യൂണിറ്റ്സിൽ ഇടാൻ പോകുന്നതായിട്ട് പറഞ്ഞിരിക്കുന്നു. എന്ത് ആവശ്യമോ അത് നമുക്ക് മനസ്സിലാവണം. അവൻ പാട്ടിന് അവൻ ലാഭം ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. ആ ലാഭത്തിനെടുത്ത് അവൻ പുതിയതായിട്ട് ബിസിനസ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. അവരുടെ പുറമേറ്റാണ് അവരിയ്ക്കുന്നു. ഒരു പഴമൊഴി ഉണ്ടല്ലേ, പൊറുത്താർ ഭൂമി ആൾവാർ. അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഓൺ സിഗരറ്റ് റവന്യൂ മാത്രം 65%, സർ. നോൺ സിഗരറ്റ് റവന്യൂ 65 ഇരുന്നാലും സിഗരറ്റ് പ്രോഫിറ്റ് തന്നെ 80% ഇരിക്കും. അറിയത്തില്ല, ഞാൻ നോക്കിയില്ല. ഇന്ന് 10 കൊല്ലം കഴിഞ്ഞ് നോൺ സിഗരറ്റ് പ്രോഫിറ്റ് 50% താണ്ടി പോകും. ട്രാഫിക് അവൻ ഇരിക്കുന്ന എല്ലാ ബ്രാൻഡും ടോപ്പ് 3 ബ്രാൻഡ്സിൽ അവൻ ഇരിക്കും. എങ്ങനെയെന്ന് പറഞ്ഞാൽ ഇവൻ മുമ്പേ രതൻ ടാറ്റയ്ക്ക് അടിയിലിരുന്ന ടാറ്റാസ് അവരൊക്കെ എങ്ങനെയെന്ന് പറഞ്ഞാൽ ബുവ കൺസ്ട്രക്ടർ എന്ന് പറഞ്ഞ ഒന്നുണ്ട്. ഒരു സ്നേക്ക് വെറൈറ്റിയാണ്. അത് പൈത്തോണിൽ ഒരു ഡെഡ്ലി വെറൈറ്റിയാണ്. അത് ഈസിയാണ്, നിങ്ങൾ പെട്ടെന്ന് ചാവുമെന്ന് അറിയത്തില്ല. നിങ്ങളെ പതുക്കെ ചുറ്റുകൊണ്ട് ഒരു പെട്ടെന്ന് ഒരു ഇളയിലെക്കും. ഇതിൽ തന്നെ നിങ്ങൾ ചാവും. അത് നിങ്ങൾ അങ്ങനെ മുഴുകും. അങ്ങനെ ബോധക്കെട്ടി നിങ്ങൾ ഒരു സൈഡിലിരിക്കും. മാസക്കണക്കാകും അതിനെ ഡൈജസ്റ്റ് ചെയ്ത് നിങ്ങൾ ഗാലി ചെയ്യാൻ. ഇവർ വന്നിട്ട് അതേ തന്നെ. ഇവർ വന്നിട്ട് ഒരു ബിസിനസ്സിൽ വന്നിരിക്കുന്നു പറഞ്ഞാൽ ബിസിനസ്സിനെ എടുക്കാതെ അവൻ വിടത്തില്ല. ഒരുപാട് ദിവസത്തിന് നമ്മൾ സ്ഥലങ്ങളിൽ ബിസ്ക്കറ്റ് എന്ന് പറഞ്ഞാൽ ആർലജി, ബ്രിട്ടാനിയ മിൽക്ക് ബിസ്ക്കീസ്, ബ്രിട്ടാനിയ മറ്റേ ബിസ്ക്കറ്റൊക്കെ ചെയ്യും. ഡിസ്ട്രിബ്യൂഷൻ പവറിനെ വെച്ച് സൺഫീസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിനെ ഇറക്കി. പാർലൈൻ്റെ ഓവറോൾ സെയിൽസ് ബെറ്റർ. ഇപ്പോൾ ആ മിൽക്ക് ബിക്കിയിൽ പാർലൈ ബെറ്റർ ആയിരിക്കാം. ഓവറോളായിട്ട് തന്നെ ഇമ്പ്രൂവ് ആക്കി. ബ്രിട്ടാനിയ ടൈഗർ ബിസ്ക്കറ്റിന് ശേഷം അവർ തന്നെ വന്ന് നമ്പർ 2, നമ്പർ 3 അകത്ത് അങ്ങനെ ഇരിക്കുന്നു. മാത്രമില്ലാതെ ഒരുപാട് കുക്കീസ് കൊണ്ടുവന്ന് നമ്പർ 2 ബ്രാൻഡാക്കി ബ്രിട്ടാനിയ റിയലി കരയാൻ വയ്ക്കുന്ന സ്റ്റേജിൽ കൊണ്ടുവന്ന് വിട്ടു. ഇനിയൊരു കാര്യം വന്നിട്ട് ITC മാസ്റ്റർ ചെഫ് ക്രിയേഷൻ, ITC ആശീർവാദ് ക്രിയേഷൻ, ITC സൺഫീസ്റ്റ് ബേക്ഡ് ക്രിയേഷൻ, വൺഷോഫ് ബൈ ITC മാസ്റ്റർ ചെഫ്. ഈ ബ്രാൻഡ്സ് ഇരുന്ന് മാത്രം 3 വർഷത്തിൽ CAGR എന്നത് 108% ഇരിക്കും. ഈ നിന്റെ ഫ്രണ്ട് പറഞ്ഞത് എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. ഒരു പ്രാവശ്യം ചോളാനിരുന്ന് അഥൻ റോഹൻ ജോഷ് 400-450 റേഞ്ച് ആകും. അതിന് ഒരു നല്ല ഹോട്ടലിൽ വാങ്ങിയാൽ ഒരു പ്ലേറ്റ് 800 രൂപ, അല്ല 100-800 600 രൂപ ആവും. ഇത് വന്നിട്ട് ഒരു 25% കൂടുതലാണ്. പക്ഷെ അത് ITC ചോളയിലിരുന്ന് വന്നിരിക്കുന്നത് സാർ. സോ നീ എന്ത് പറയും? ഞാൻ ചോളയിലിരുന്ന് കഴിച്ചെന്ന് പറയും. അതിൻ്റെ ക്വാളിറ്റി വേറെ പോലെ ഇരിക്കും. ഞാൻ വന്നിട്ട് ITC ചോളയിൽ മട്ടൻ റോഹൻ ജോസ് കഴിച്ചു. നേരെ ഞാൻ പറഞ്ഞാൽ ഈ ITC ഹോട്ടലിൽ പോയി കഴിച്ചോ ഇല്ല വീട്ടിൽ സ്വിഗ്ഗിയിൽ വാങ്ങി കഴിച്ചോ എന്ന് ചോദിക്കത്തല്ലേ സാർ? ഈറ്റിനെ തവിര എല്ലാ പ്രോഡക്റ്റും അവൻ്റെതാണ്. പൈസസിലിരുന്ന് അതിൻ്റെ ഒപ്പം നീ 2 ചപ്പാത്തി വാങ്ങി കഴിച്ചുവെങ്കിൽ ആശീർവാദ് ആ ടൈം അവൻ്റെതാണ്. ചെൻ എക്സ്റ്റെൻഡ് സ്പെരിയും അന്നപൂർണ എന്ന് പറഞ്ഞ ഹിന്ദുസ്ഥാൻ യൂണിലിവറിൽ ഒരു ബ്രാൻഡ് ഉണ്ടായിരുന്നു. ഹിന്ദുസ്ഥാൻ യൂണിലിവർ ആ ബ്രാൻഡിനെ വിറ്റുകൊണ്ട് പോയി. സ്ബെറി അതിനെ ഇപ്പോഴും ചെയ്യുന്നു വിചാരിക്കുന്നു. സ്ബെറി ആട്ടേനെയും കാലി ചെയ്ത് ഇവൻ തന്നെ ഇപ്പം നമ്പർ 1 ആട്ട ബ്രാൻഡാണ് മാറിയിരിക്കുന്നു. നമ്പർ 1 ബ്രിട്ടാനിയയ്ക്ക്, നമ്പർ 2 ബ്രിട്ടാനിയ ചെയ്യുന്ന എല്ലാ പ്രോഡക്റ്റും ചെയ്യും. അവൻ വന്നിട്ട് ഡയറിയിലും വന്നു. ഡയറിയിൽ എങ്ങനെ വന്നെന്ന് പറഞ്ഞാൽ എൻ്റെ ഓൾഡസ്റ്റ് സിഗരറ്റ് ഫാക്ടറി മുങ്കേർ അടുത്ത് ബീഹാറിൽ ഇരിക്കുന്നു. അവിടെ ഇരിക്കുന്ന എറണാകുളത്തിനൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് PSR പ്രോഗ്രാമിൽ അതിന് ഏതോ ഫുൾ ഡേ ഇഞ്ചക്ഷനൊക്കെ കൊടുത്ത് ശരി ചെയ്ത് അതിലിരുന്ന് വരുന്ന പാലിനെ എടുത്ത് ഈസ്റ്റേൺ റീജിയനിൽ ഒരു മിൽക്കിൽ വലിയ ആളായി. ഓൺ ബ്രാൻഡാണ്. ഇപ്പോൾ എത്ര ദിവസം ആകും ചീസിനെ ഇട്ടിറക്കാൻ? ഇപ്പോൾ ബ്രിട്ടാനിയ പോലത്തെ ഒരു കമ്പനി ഇതകത്തിരിക്കുന്നു. ഈ ആട്ടോ ഒക്കെ വിട്ടോ ബിസ്ക്കറ്റ്, കേക്ക്, ചീസ്, ബ്രെഡ് കൊണ്ടുവരും. ആട്ട മൈദ കൊണ്ടുവരാൻ അവർക്ക് ബ്രെഡ് ചെയ്യാൻ എത്ര ദിവസം ആകാൻ പോകുന്നു? അതന്നെ സാർ. സാർ പറഞ്ഞതുപോലെ ഈ ബോവ പോലെ എല്ലാം ചുരുക്കി തീർക്കും അല്ലേ സാർ? അത് അനദർ മിനി ബ്രിട്ടാനിയ അകത്തിരിക്കും. ബ്രിട്ടാനിയ ഇന്ന് എന്ത് റേറ്റ്? 10 രൂപയ്ക്ക് കിട്ടുന്ന സാർ ഈ മിൽക്ക് ബിക്കീസ്. 10 രൂപയ്ക്ക് ബ്രിട്ടാനിയ ഷെയർ കിട്ടുന്നു. ആറാണ് ഞാൻ ബിസ്ക്കറ്റിൽ നിന്ന് വാങ്ങി സാർ. ആർ വന്നിട്ട് 5590, 5000 ചിലവ്. 5000 ചില്ലറ പോലെ ഒരു നമ്പർ 2 കമ്പനി എടുത്ത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. കരൂരിലാണ് ഇരിക്കുന്നു. നീ അങ്ങനെ അത് പ്രോസസ്സ് ആകത്തില്ലെന്നൊരു ബെറ്റ് എടുക്കാം തന്നെ. പക്ഷേ ബിസ്ക്കറ്റ് വന്നു, ബേക്ക്ഡ് പ്രോഡക്ട്സ് വന്നു. ഒരിടത്തിൽ ചീസിന് ആവശ്യമുള്ള ഗീ ഇറക്കിയിരിക്കുന്നു. ആശീർവാദ് ഗീ ഇറക്കിയിരിക്കുന്നു. അപ്പോൾ വന്നിട്ട് അതിനെ ചീസായിട്ട് മാറ്റണം. ബ്രെഡ് ആയിട്ട് ഭയങ്കര ബ്രിട്ടാനിയ മാൻ ടു മാൻ മാർക്കിംഗ് ചെയ്തു. ഓക്കെ സർ. ഈ വീഡിയോ നോക്കിയതിന് വളരെ നന്ദി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോനെ ലൈക്ക് ചെയ്യുക. നിങ്ങളെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ നോട്ടിഫിക്കേഷനെ ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോയിനെ പറ്റുമെങ്കിൽ നിങ്ങളെ സ്വന്തക്കാർക്കും ബന്ധുക്കാർക്കും അയച്ച് അവരെയും നോക്കാൻ പറയുക. നന്ദി, നമസ്കാരം.